നമ്മൾ PHE ലാബിൻ്റെ തിയറി പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ലാബിൽ ചെയ്യുന്നത് എന്താണ്, വാട്ടറിൻ്റെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടർ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നോക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പ്യൂരിറ്റീസ്. അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത വാട്ടർ വേണം യൂസ് ചെയ്യാൻ. അത് കുടിക്കാനൊക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്യൂരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് ഇമ്പ്യൂരിറ്റീസ് ആണുള്ളത് നോക്കാം. 3 ടൈപ്സ് ആണുള്ളത്: ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്, ബാക്ടീരിയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ്. നെക്സ്റ്റ് നമ്മൾ 3 ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞു. ഈ 3 ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെ ഫോമിലാണ് കാണപ്പെടുന്നത്? 3 ടൈപ്പ് ഉണ്ട്: സസ്പെൻഡഡ് സോളിഡ്സ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് ഡിസോൾവ്ഡ് സോളിഡ്സ്. സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് പോലുള്ള സാധനങ്ങൾ, മണ്ണ്, മിനറൽസ്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത, വിസിബിൾ അല്ലാത്ത സാധനങ്ങൾ. അതായത് ഇപ്പോൾ ബാക്ടീരിയ, എക്സാമ്പിൾ പറയുന്നത്, ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് ഡിസോൾവ്ഡ് സോളിഡ്സ്, അതായത് അതിൽ അലിഞ്ഞു ചേർന്ന സാധനങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾട്ട്, ഗ്യാസസ്, അതൊന്നും നമുക്ക് അതിൽ അലിഞ്ഞു ചേർന്നുണ്ടാവും, നമുക്ക് കാണാനും പറ്റില്ല. അങ്ങനത്തെയാണ് ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ടറിൻ്റെ അനാലിസിസുകൾ, അതായത് നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. നമ്മൾ വെള്ളത്തിൽ അനലൈസ് ചെയ്യണം. അതായത് വെള്ളത്തിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, അപ്പോൾ അതെന്തൊക്കെ എങ്ങനെയൊക്കെ ഒഴിവാക്കണം, ഒഴിവാക്കിയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് 3 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്: ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, അത് അതിൻ്റെ പോലെ ടേസ്റ്റ്, ഓർഡർ, അതിൻ്റെ ടേസ്റ്റ്, ഓർഡർ, ടാബിലിറ്റി, കളർ, അതൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ: ടോട്ടൽ സോളിഡ്സ്, ഹാർഡ്നെസ്, ക്ലോറൈഡ്സ്, ഫ്ലോറൈഡ്സ്, pH, പിന്നെ ടോട്ടൽ സോളിഡ്സ്, അതൊക്കെയാണ് എന്താ നമ്മുടെ കെമിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്ടീരിയാസിനെ കളക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അത് നമുക്ക് ലാബിൽ ചെയ്യാനില്ല. അപ്പം നമുക്ക് മെയിനായിട്ടും ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റാണ് പഠിക്കാനുള്ളത്. അടുത്തത് ഫിസിക്കൽ ടെസ്റ്റുകൾ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ചുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ പബ്ലിക് വാട്ടർ സപ്ലൈക്ക് എന്ന് പറഞ്ഞാൽ 4.4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പബ്ലിക് വാട്ടർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വേണ്ടത്. പിന്നെ 26 വരെ ഉള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ 35-ന് മുകളിലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം, അതായത് സപ്ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു യൂസിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ടെമ്പറേച്ചറിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടേസ്റ്റും ഓർഡറും, അതായത് വെള്ളത്തിൻ്റെ ടേസ്റ്റും ഓർഡറൊക്കെ മാറാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൽ പല മാറ്റേഴ്സ്, ഓർഗാനിക് മാറ്റേഴ്സ്, മൈക്രോ ഓർഗാനിസംസ്, ഇനോർഗാനിക് സാൾട്ട്, ഗ്യാസസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെള്ളത്തിൻ്റെ ടേസ്റ്റും ഓർഡറും മാറുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഡറിൻ്റെ ഇൻറ്റൻസിറ്റി. ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്മെല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പറയുന്നത് ത്രഷോൾഡ് നമ്പർ. ത്രഷോൾഡ് നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഓർഡർ പറയുന്നത്. അതായത് എത്ര മണമുണ്ട്, മണം നമുക്ക് അളവ് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ അളവിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് നമ്പർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 100 ml ഒരു സാമ്പിൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്മെല്ല് നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ത്രഷോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ml ആണ്. അതായത് ഒരു എമൗണ്ട് വാട്ടറിലേക്ക് എത്ര എമൗണ്ട് വാട്ടർ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഒരു വേസ്റ്റ് വാട്ടർ എന്തെങ്കിലും വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ ആഡ് ചെയ്ത എമൗണ്ട് ഓഫ് വാട്ടറിനാണ് അവിടുത്തെ ത്രഷോൾഡ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന അവിടെ ഒരു ബ്രേക്കിഷ് ടേസ്റ്റ് വരും. അതുപോലെ സൾഫേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്ന അവിടെ ഒരു ചെറിയ മധുരം പോലുള്ള ടേസ്റ്റ് വരും. അതൊക്കെയാണ് നമുക്കൊരു എക്സാമ്പിൾസ് ആയി പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വാട്ടറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോർട്ടബിൾ വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ത്രഷോൾഡ് നമ്പർ ഒരിക്കലും 3-നേക്കാൾ കൂടാൻ പാടില്ല. 3-നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ത്രഷോൾഡ് നമ്പറിൻ്റെ കേസിലുള്ള ക്രൈറ്റീരിയാസ്. നെക്സ്റ്റ് ആണ് ടർബിഡിറ്റി. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് വാട്ടർ ടു പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ്. നമ്മൾ ലാബിൽ ചെയ്ത ടെസ്റ്റാണ് ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ടർബിഡിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ അതിൽ സസ്പെൻഡഡ് ആയിട്ടോ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതുപോലെ ലിവിങ് ഓർ ഡെഡ് ആൽഗേസ്, അതൊക്കെ ഉള്ളത് കാരണം നമുക്ക് ടർബിഡിറ്റി ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ടർബിഡിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ppm, പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വാട്ടറിൻ്റെ കേസിലാകുമ്പോൾ ppm മില്ലിഗ്രാം പെർ ലിറ്ററും ഏകദേശം സെയിം യൂണിറ്റ് ആണ്. പിന്നെ നമ്മൾ ടർബിഡിറ്റി പറയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ NTU ആണ്, നെഫ്ലോമെട്രിക് ടർബിഡിറ്റിക് യൂണിറ്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കളർ. കളർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു, ആ വാട്ടർ കുടിക്കാൻ നോക്കുമ്പോൾ നമുക്കതൊരു കളർ പോലെ തോന്നി, അതൊരു കളർ തോന്നി, അപ്പോൾ നമ്മളത് കുടിക്കില്ല. അപ്പോൾ ഒരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കളർ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല.
ഇതുവരെ നമ്മൾ പഠിച്ചത് ഫിസിക്കൽ ടെസ്റ്റുകളായിരുന്നു. ഇനി നോക്കാൻ പോകുന്നത് കെമിക്കൽ ടെസ്റ്റ് ആണ്. കെമിക്കൽ ടെസ്റ്റിലെ ഫസ്റ്റ് വൺ ആണ് ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് സോളിഡ്സ് പ്ലസ് ഡിസോൾവ്ഡ് സോളിഡ്സ് പ്ലസ് കൊളോയിഡൽ സോളിഡ്സ് ആണ്. അതിൽ ഡിസോൾവ്ഡ് സോളിഡ്സും കൊളോയിഡൽ സോളിഡ്സും നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് നമ്മളൊരു ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് സാമ്പിൾ ഫിൽറ്റർ ചെയ്യുന്നു, അതിൻ്റെ ഡ്രൈ വെയിറ്റ് എടുക്കുന്നു. അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിസോൾവ്ഡ് പ്ലസ് കൊളോയിഡൽ കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതായത് പറഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യാതെ ഒരു ഡിഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ്, അതായത് ഡിസോൾവ്ഡ് സോളിഡ്സും സസ്പെൻഡഡ് സോളിഡ്സും കൊളോയിഡൽ സോളിഡ്സും മൂന്നും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 500 മില്ലിഗ്രാം പെർ ലിറ്ററിന് താഴെ ആവാനും പാടില്ല. അതുപോലെ തന്നെ 1000 മില്ലിഗ്രാം പെർ ലിറ്ററിൻ്റെ മുകളിലും ആവാൻ പാടില്ല. നെക്സ്റ്റ് വണ്ണാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളവും സോപ്പും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ലാദർ, അതായത് സോപ്പ് പത ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഹാർഡ്നെസ് ഇല്ല എന്നർത്ഥം. അതായത് നമ്മൾ നോർമൽ കിണറിലെ വെള്ളം അതുപോലെ കുഴൽ കിണറിലെ വെള്ളം, ആ രണ്ട് വെള്ളം എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. അതായത് സാധാരണ നമ്മുടെ കിണർ വെള്ളത്തിലാണെങ്കിൽ സോപ്പും വെള്ളം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പത ലാദർ ഫോം ചെയ്യും. മറ്റേ കുഴൽ കിണറത്തെ വെള്ളമാണെങ്കിൽ അവിടെ ലാദർ ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കുഴൽക്കിണറത്തെ വെള്ളം തന്നെ ഹാർഡ് ആൻഡ് വാട്ടറാണ്, അതായത് ഹാർഡ്നെസ് ഉള്ള വാട്ടറാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ലാദർ ഓഫ് സോപ്പ്, അതായത് സോപ്പ് പത ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി തടയുന്നതിന് ഒരു പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ. അത് നോർമൽ വാട്ടർ അതായത് കിണറിലെ വെള്ളത്തിന് ഹാർഡ്നെസ് കുറവായിരിക്കും. മറ്റുള്ള വാട്ടർ അതായത് കുഴൽക്കിണർ വെള്ളം ബാക്കിയുള്ള വെള്ളത്തിനൊക്കെ എന്തായാലും ഹാർഡ്നെസ് കൂടുതലായിരിക്കും. ഹാർഡ്നെസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും ഒക്കെ ഉണ്ടാവുന്നത് ഓരോ കെമിക്കൽസിന്റെ മൂലമാണ്. അതിൽ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത് കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ്സ് മൂലമാണ്. ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബോയിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ് അതുപോലെ സൾഫേറ്റ്സ് അതുപോലെ നൈട്രേറ്റ്സ് ഇവ മൂലമാണ് എന്ത് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. ഇനി ഹാർഡ്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് EDTA മെത്തേഡ്, നമ്മൾ ലാബിൽ EDTA യൂസ് ചെയ്തിട്ടാണ് ടൈട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ്നെസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അടുത്ത കെമിക്കൽ ടെസ്റ്റാണ് pH വാല്യൂ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വാട്ടർ സാമ്പിളിലുള്ള ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷനെ പറയുന്നതാണ് pH വാല്യൂ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡെഫിനേഷനായി പറയാം, വാട്ടറിന്റെ ആൽക്കലിനിറ്റി ഓർ അസിഡിറ്റി മെഷർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് pH പ്രോപ്പർട്ടി എന്ന് പറയാം. നമ്മൾ ലാബിൽ 3 ടൈപ്പ് ചെയ്യുന്നുണ്ട്, pH പേപ്പർ, pH മീറ്റർ അതുപോലെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. pH വാല്യൂവിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 14 ആണ്. അതിൽ 0 to 7 ആണെങ്കിൽ അസിഡിറ്റിയും 7 to 14 ആണെങ്കിൽ ആൽക്കലിനിറ്റി ആയിരിക്കും. 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടറിന്റെ pH ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിലുള്ള ഓക്സിജൻ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഫോമിൽ കാണുന്ന ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഡിസോൾവ്ഡ് ഓക്സിജന് നമ്മുടെ മീനുകളുടെ വളർച്ചക്കൊക്കെ 4 to 5 മില്ലിഗ്രാം പെർ ലിറ്റർ ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, ഒരുപാട് എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്ന പൈപ്പുകളിലൊക്കെ കൊറോഷൻ, തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ജാർ ടെസ്റ്റ്. ജാർ ടെസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നായിട്ട് സെഡിമെന്റേഷൻ എന്ന പ്രോസസ്സിനെ പറ്റി നിങ്ങൾ അറിയണം. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് വാട്ടർ, നോർമൽ വാട്ടർ അല്ലാതെ എന്തെങ്കിലും ഒരു വേസ്റ്റ് വാട്ടർ എടുത്തതിന് ശേഷം അതിനെ കുറച്ച് നേരം നമ്മൾ 1.5 മണിക്കൂർ അവിടെ അനക്കാതെ വെക്കുന്നു. ആ വെക്കുന്ന സമയത്ത് അതിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ആ ഒരു പ്ലേറ്റ് ആണോ ഗ്ലാസ് ആണോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെഡിമെന്റേഷൻ. അതായത് ഒരു ഡെഫിനിഷൻ ഫോമിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സസ്പെൻഡഡ് സോളിഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ്സ് ഉണ്ടെങ്കിൽ ആ സോളിഡ്സ് ഗ്രാവിറ്റി മൂലം അതിൻ്റെ അടിയിൽ, വാട്ടറിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ സെഡിമെന്റേഷനും സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷനും. പ്ലെയിൻ സെഡിമെന്റേഷൻ പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഗ്രാവിറ്റി മൂലം നോർമലായിട്ട് സാധാരണ ഒന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് അടിയിൽ സെറ്റിൽ ആവുന്നത്. സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ അതിന് ടൈം എടുക്കുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്യുന്ന ആ ഒരു കെമിക്കൽസിനെ പറയുന്ന പേരാണ് കൊയാഗുലന്റ്. അപ്പോൾ കൊയാഗുലൻസ് മൂലം സെഡിമെന്റേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയും. ഒരുപാട് ടൈപ്സ് കൊയാഗുലൻസ് ഉണ്ട്, ആലം, സോഡിയം, അലുമിനേറ്റ്, ഫെയർ സൾഫേറ്റ്, ലൈം, അതൊക്കെ പല ടൈപ്സ് കൊയാഗുലൻസ് ആണ്. അപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്നത് എന്താണ്, ആലം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊയാഗുലേഷൻ ചെയ്യുന്നത്. ആലം യൂസ് ചെയ്തിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആലത്തിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അത് കറക്റ്റ് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതായത് BOD എന്ന് പറഞ്ഞാൽ.
BOD എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബയോളജിക്കൽ ഡീകമ്പോസിഷന് ആവശ്യമായ ഓക്സിജന്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് BOD എന്ന് പറഞ്ഞത്. BOD ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് BODയുടെ സാമ്പിൾ നമ്മൾ 5 days 20 degree സെൽഷ്യസിൽ BOD ഇൻക്യുബേറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.